ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ടാറ്റ 90s പുതിയതായിട്ട് ഇറക്കിയ ഒരു SUV ആയിരുന്നു ടാറ്റ സിയറ എന്ന് പറയുന്ന വാഹനം. ആ സമയത്ത് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. മാത്രമല്ല നമുക്ക് ടോപ്പിൽ ഫുള്ള് ഗ്ലാസ് റൂഫ്, അതുപോലെ വളരെ വ്യത്യസ്തമായിട്ടൊരു യൂണീക്ക് ഡിസൈനിൽ വരുന്ന വാഹനം എന്നുള്ള രീതിയിലൊക്കെ ഇറക്കിയ വണ്ടിയാണ്. അന്ന് നല്ല വിലയായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഒരുപാട് വിറ്റുപോയില്ല. ഏകദേശം 10 വർഷത്തോളം ഈ വാഹനത്തിന് റണ്ണിങ് പീരീഡ് ഉണ്ടായിരുന്നു, അതായത് പ്രൊഡക്ഷനിൽ ഈ വാഹനം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് 2000s ഒക്കെ ആയപ്പോഴേക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ ഈ വാഹനം നിർത്തി. ഈ വണ്ടി ടാറ്റ തിരിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി നമ്മൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ഡിസൈനും കണ്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ ടാറ്റ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെ ഡിസൈൻ കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ ICE വേർഷൻ്റെ ടെസ്റ്റിങ്ങും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും അവർ ആക്ച്വലി ഓട്ടോ എക്സ്പോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പവർഡ് ആയിട്ടുള്ള സിയറയുടെ ഡിസൈൻ. കാര്യം അവർ ഡിസൈനൊക്കെ കാണിച്ചെങ്കിലും ഇപ്പോഴും വണ്ടി ക്യാമഫ്ലാജിൽ തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് വന്നിരിക്കുന്ന സിയറയുടെ കുറച്ച് സ്പൈ ഷോട്ട്സ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നത്. പൂനെയിൽ നിന്നാണ് ഈ വാഹനം സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, കാരണം അവിടെയാണ് ടാറ്റയുടെ ഒരു പ്ലാന്റ് ഉള്ളത്. എന്തായാലും എക്സ്റ്റീരിയർ ഡിസൈനിലൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ അവർ അൺവെയിൽ ചെയ്ത ഫോട്ടോസിൽ കണ്ടത് അതുപോലത്തെ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ നമ്മൾ ഇപ്പോഴത്തെ ബാക്കി ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബോക്സിയാണ്. ആൻഡ് കൈൻഡ് ഓഫ് ഒരു SUV പോലെ ഇരിക്കുന്ന ഡിസൈൻ തന്നെയാണ് എന്ന് പറയും. അതായത് ഒരുപാട് കേർവ്സ് ഒക്കെ കൊടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫ് ലൈനൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഒരു ഡിസൈനിൽ ഈ വാഹനം അവർ ഇറക്കിയിട്ടില്ല. അതിന് പകരം മൊത്തത്തിൽ നമുക്കൊരു ബോക്സി ലൈക്ക് അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഡിസൈൻ തന്നെയാണ് സൈഡിൽ നോക്കിയാലും ബാക്കിൽ നോക്കിയാലും ഫ്രണ്ടിൽ നോക്കിയാലും ഒക്കെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ 19 ഇഞ്ച് വീൽസും അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ORVMs ഒക്കെ നമുക്ക് ഹാരിയറിൻ്റെ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് അവൈലബിൾ ആണ്. മൊത്തത്തിൽ നല്ല വലിയ ഗ്ലാസ് ഏരിയ ആണ് ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു വാഹനമാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു ബോക്സിനെസ്സസ് നമുക്ക് ശരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഈ വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴാണ്. നിങ്ങൾ ഓട്ടോ എക്സ്പോയിൽ ഡിസൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കറക്റ്റ് ഒരു ബോക്സ് പോലെ ഇരിക്കുന്ന ഷേപ്പാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം പൊതുവേ ഇപ്പോൾ അബോ 4 മീറ്റർ കോമ്പാക്ട് SUVs നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ക്രെറ്റ ആയിക്കോട്ടെ, സെൽട്ടോസ് ആയിക്കോട്ടെ, ഓർ കുഷാക്ക്, ടൈഗുൺ, ആസ്റ്റർ, കൈൻഡ് ഓഫ് നമ്മുടെ അർബൻ ക്രൂസർ, ഹൈ റൈഡറും പിന്നെ ഗ്രാൻഡ് വിറ്റാരയാണ് കുറച്ചൊക്കെ ഒരു ബോക്സി ഷേപ്പിൽ വരുന്നത്. പക്ഷേ ഈ വണ്ടി അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കുറച്ചും കൂടെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറയുമ്പം ഈ ഒരു സ്പൈ ഷോട്ട്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ പക്ക അവരെങ്ങനെയാണോ വണ്ടിയുടെ കോൺസെപ്റ്റ് വാഹനത്തിന് മുന്നേ കാണിച്ച്, അതുപോലെ തന്നെ ഈ അടുത്ത് അവർ ഓട്ടോ എക്സ്പോയിൽ വാഹനത്തിൻ്റെ ഡിസൈൻ റിവീൽ ചെയ്ത് അതുപോലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിതിൻ്റെ അകത്ത് ഭയങ്കര ബോക്സി ഡിസൈൻ ആണെന്നൊക്കെ പറഞ്ഞു. ടാറ്റയ്ക്ക് ഓൾറെഡി വളരെ കേർവി ആയിട്ടുള്ള കേർവ് എന്ന് തന്നെ പറഞ്ഞ് പേരുള്ളൊരു വാഹനം അവൈലബിൾ ആണ്. അത് നെക്സോൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂപ്പെ SUV ആണ് എന്ന് പറയും. പക്ഷേ ഈ വണ്ടി എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റിലായിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ മുകളിലുള്ളൊരു പ്രൈസ് പോയിന്റിലുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാനാണ് ഈ വാഹനം അവരിനി പറക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ കർവിൻ്റെയും അതുപോലെ ഹാരിയറിൻ്റെയും ഇടയിലായിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഈ വാഹനത്തിൻ്റെ പ്ലേസ്മെൻറ്റിനെ പറ്റി ആക്ച്വലി ഇഷ്ടംപോലെ കൺഫ്യൂഷൻ ഉണ്ട്. കുറേ പേര് ഹാരിയറിന് മുകളിലായിരിക്കും എന്ന് പറയുന്നു, കുറേ പേര് 7 സീറ്റർ ആണെന്ന് പറയുന്നു. പക്ഷേ അതൊന്നും അല്ല, 5 സീറ്റർ വാഹനം തന്നെയാണ്. ആൻഡ് ഈ വാഹനം ഹാരിയറിന് താഴെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ഡയമെൻഷൻ വൈസ് ഇതങ്ങനെ വളരെ വലുപ്പമുള്ള വണ്ടിയൊന്നുമല്ല. 4.3 മീറ്റേഴ്സിനടുത്തൊക്കെ അതിന് ലെങ്ത് ഉണ്ടാവുള്ളൂ. വിട്ടാണെങ്കിലും ഓൾമോസ്റ്റ് 1.8 to 1.9 മീറ്റേഴ്സിന് ഇടയിലായിരിക്കും വരുന്നത്. ഹൈറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും, കാരണം ആ ഒരു ബോക്സി ലൈക്ക് ഡിസൈൻ കീപ്പ് ചെയ്യാനായിട്ട് അവർ ബാക്കി ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പഴയ വണ്ടിയുടെ ഡിസൈൻ ഒന്ന് മിമിക് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ബ്ലാക്ക് പാനൽസ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പാനറോമിക് സൺറൂഫ് ഉണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ അല്ലെങ്കിൽ വലിയ ഗ്ലാസ് ഏരിയ കിട്ടുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് അവർ ആ ഒരു പഴയ വാഹനത്തിൻ്റെ ഒരു പാനറോമിക് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള പാനറോമിക് ഗ്ലാസ് റൂഫ് ആയിരുന്നില്ല അതിൻ്റെ അകത്ത് വന്നിരുന്നത് പണ്ടത്തെ വണ്ടിയിൽ. അതും മിമിക് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ നന്നായിട്ടുണ്ട്. പഴയ വാഹനത്തിൻ്റെ ആ ഒരു ഫീൽ നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയാം. പിന്നെ വേറൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പം ഒട്ടുമിക്ക എല്ലാ ടാറ്റ വാഹനങ്ങൾക്കും സെയിം ഡിസൈൻ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഇപ്പോൾ പഞ്ചീവി ആണെങ്കിലും അല്ലെങ്കിൽ നെക്സോൺ ആയിക്കോട്ടെ, ഹാരിയർ ആയിക്കോട്ടെ, സഫാരി ആയിക്കോട്ടെ, കർവ് ആയിക്കോട്ടെ, എല്ലാ വാഹനങ്ങൾക്കും ഓൾമോസ്റ്റ് ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടി എടുക്കുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. റിയർ പ്രൊഫൈൽ പിന്നെ ഒട്ടുമിക്ക വാഹനങ്ങൾക്കെല്ലാം നല്ല ഡിഫറൻസിയേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇത് നമുക്ക് മറ്റൊരു ടാറ്റ വാഹനത്തെ പോലെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത്. അതിന് പകരം കുറച്ചൊക്കെ കാണുമ്പോൾ വേറൊരു വണ്ടിയാണ് എന്ന് നമുക്ക് തോന്നും. ആ ഒരു രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിയിലായിരിക്കും കുറേ കാലത്തിന് ശേഷം ടാറ്റ അവരുടെ ഇൻറ്റീരിയർ മൊത്തമായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ പോകുന്നത്. ഇത്രയും കാലം നമുക്കറിയാം നെക്സോണിൽ 2023 പുതിയ ഇൻറ്റീരിയേഴ്സിൻ്റെ പാറ്റേൺ അവർ കൊണ്ടുവന്നായിരുന്നു. അതിനുശേഷം പിന്നെ വന്ന ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങൾക്കും, അതിപ്പം നമ്മുടെ ഹാരിയറിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിക്കോട്ടെ, സഫാരി ഫേസ് ലിഫ്റ്റ് ആയിക്കോട്ടെ,
പിന്നെ കർവ് ഈ അടുത്ത് വന്ന വാഹനം ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ആണ് അവർ കൊടുത്തിരുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. മൊത്തത്തിലൊരു ഡിസൈൻ മാറ്റി. അതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടികൾ പതുക്കെ അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയി വരാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് അവർ മാറ്റിയത്. പക്ഷേ അങ്ങനെ മാറ്റിയപ്പോഴേക്കും പിന്നെയും എല്ലാ വാഹനത്തിനും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന പോലത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വന്നു. ഈ വാഹനത്തിൻ്റെ കേസിൽ അങ്ങനെ ആയിരിക്കില്ല. അവർ വീണ്ടും കാര്യങ്ങളിലൊക്കെ ഒന്ന് മാറ്റമൊക്കെ വരുത്തി മൊത്തത്തിൽ ഒന്ന് റീവാമ്പ് ചെയ്യാൻ പോവുകയാണ് ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം. അതായത് ഡാഷ്ബോർഡ് ലേഔട്ട് അല്ല, അതിപ്പോൾ സ്ക്രീനൊക്കെ ആണെങ്കിൽ നമുക്ക് 12.3 ഇഞ്ച് പ്ലസ് 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ലേഔട്ട് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ടാറ്റയുടെ 4 സ്പോക്ക് ഹാരിയറിലും സഫാരിലും കർവിലും ഒക്കെ കണ്ട ആ ഒരു സ്റ്റിയറിംഗ് വീൽ ആയിരിക്കും ഈ വാഹനത്തിലും കിട്ടാൻ പോകുന്നത്. പിന്നെ ലെവൽ 2 അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, അതുപോലെ പാനറോമിക് സൺറൂഫ് ആയിക്കോട്ടെ, പിന്നെ 360 ക്യാമറ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് എന്ന് പറയേണ്ട ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും നമുക്കിപ്പം ബാക്കി ടാറ്റയുടെ വാഹനങ്ങളിൽ കിട്ടുന്നത്. ഇപ്പോൾ ഹാരിയറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തേക്കും ക്യാരി ഓവർ ചെയ്ത് വരും എന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. പുതിയതായിട്ട് അവരെന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലാണ് ഇനിയിപ്പോൾ പണി കിട്ടാൻ പോകുന്നത്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇലക്ട്രിക് സ്പേസ് എടുക്കുകയാണെങ്കിൽ മഹീന്ദ്ര ഓൾറെഡി V6ഉം അതുപോലെ XEV9 വെച്ചും ഫീച്ചേഴ്സിൻ്റെയും അതുപോലെ മൊത്തത്തിലുള്ളൊരു വാല്യൂ പ്രൊപ്പോസിഷൻ്റെയും കാര്യം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പവറിൻ്റെ കേസാണെങ്കിൽ പോലും അത്രയും പവർഫുൾ ആയിട്ടുള്ള റിയർ വീൽ ഡ്രൈവ് വണ്ടികൾ ഇനിയിപ്പം ടാറ്റയ്ക്ക് ഇറക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരുടെ വണ്ടികളെന്നൊക്കെ പറഞ്ഞ് ഇതുവരെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരുന്നു. ഇനിയിപ്പം അവരിനി അടുത്തിറക്കാൻ പോകുന്ന ഇലക്ട്രിക് വാഹനം ഹാരിയർ EV ആണ്. അതിനുശേഷം സഫാരി EV വരുമായിരിക്കും. പക്ഷേ എന്തായാലും ഈ വണ്ടി അതൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഹാരിയർ EVയിലാണ് ആദ്യമായിട്ട് ടാറ്റയുടെ ഓൾ വീൽ ഡ്രൈവ് ഇലക്ട്രിക് സിസ്റ്റം നമ്മൾ കാണാൻ പോകുന്നത്. അത് ഈ വാഹനത്തിലേക്കും ക്യാരി ഓവർ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും റിയർ വീൽ ഡ്രൈവിൻ്റെ കാര്യം ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ടാറ്റ അത് കൊടുക്കും എന്നെനിക്ക് തോന്നുന്നുമില്ല. കാരണം ബേസിക്കലി ഇവരുടെ ഈ ഒരു ഷാസി ലേഔട്ടെല്ലാം വരുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവിലാണ്. അവിന്യ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന വാഹനങ്ങൾക്ക് റിയർ വീൽ ഡ്രൈവ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് Gen 3 ഇലക്ട്രിക് ആർക്കിടെക്ചറാണ്. ഈ വരുന്ന വണ്ടികളെല്ലാം തന്നെ Gen 2 ആർക്കിടെക്ചറാണ്. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ കുറച്ച് മോഡിഫൈ ആണ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കേറ്റ് ബോർഡ് EV പ്ലാറ്റ്ഫോം പോലെ എന്ന രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങളും കൊടുക്കാൻ പറ്റും, കുറേയൊക്കെ കോമ്പണൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ അകത്ത് റിയൽ ലൈഫ് റേഞ്ച് അവർ എങ്ങനെയായാലും 500 കിലോമീറ്റേഴ്സിന് എടുത്ത് പിടിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ ഹാരിയറിൻ്റെ കേസിലാണെങ്കിലും സിയറയുടെ കേസിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. മഹീന്ദ്ര 59 and 79 കിലോവാട്ട് ബാറ്ററി പാക്ക് കൊടുത്ത സ്ഥിതിക്ക് കർവിൽ അവരിപ്പോൾ മാക്സിമം കൊടുക്കുന്നത് 55 ആണ്. അതിന് മുകളിലേക്ക് ഉറപ്പായിട്ടും ഇവർ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അതല്ല നിങ്ങൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ പവർഡ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇവരുടെ പുതിയ 1.5 ലിറ്റർ TGDA പെട്രോൾ എഞ്ചിൻ ഡെബ്യൂ ചെയ്യേണ്ടതാണ്. അത് ഒറിജിനലി കർവിൽ വരും എന്ന് പറഞ്ഞിരുന്ന എഞ്ചിനാണ്, പക്ഷേ അതിൻ്റെ അകത്ത് വന്നില്ല. അതിന് പകരം 1.2 TGDA എഞ്ചിനാണ് അവർ ഡെബ്യൂ ചെയ്ത്. പക്ഷേ എന്തായാലും ഈ വാഹനത്തിൽ 170 PS പവറും അതുപോലെ 270 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഇവരുടെ പുതിയ എഞ്ചിനാണ് വരാൻ പോകുന്നത്. അത് 2023 ഓട്ടോ എക്സ്പോയിൽ കാണിച്ചതാണ്. ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല. ഇത് ശരിക്കും ഹാരിയറിലും സഫാരിലും ഒരു പെട്രോൾ വേർഷനായിട്ട് കൊടുക്കാണ്ടിരുന്ന എഞ്ചിനാണ്. പക്ഷേ ഇതുവരെ അതിലും വന്നിട്ടില്ല, ഇതിലും വന്നിട്ടില്ല, അവരുടെ ബാക്കി വണ്ടികളും വന്നിട്ടില്ല. അത് വന്നാൽ മതിയായിരുന്നു. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഇറക്കണമല്ലോ. ഹാരിയറിലും സഫാരിലും എപ്പോഴും ഡീസൽ മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. അതിന് പുറമെ ഡീസൽ കൊടുക്കും എന്നും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഏത് ഡീസൽ എഞ്ചിനാണെന്നുള്ള കാര്യം അറിയില്ല. 2 ലിറ്റർ കറക്റ്റ് ആണെന്നുള്ളത് കുറച്ച് വെബ്സൈറ്റ്സ് പറയുന്നു. 1.5 ലിറ്റർ നമ്മുടെ കർവിലുള്ള അതേ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും എന്ന് വേറെ കുറച്ച് പേരും പറയുന്നു. അത് നമ്മൾ വരുമ്പോൾ തന്നെ അറിയേണ്ടി വരും. എന്തായാലും ഡീസൽ എഞ്ചിൻ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയായും കൺഫേം ആണ്. സോ ഗൈസ്, ഇതാണ് നമുക്കിപ്പം ടാറ്റ കർവിനെ പറ്റി പറയാൻ പറ്റുന്നത്. ഈ വാഹനത്തിന് ലോഞ്ച് 2025 അവസാനത്തോടു കൂടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അതിന് മുന്നേ ഹാരിയർ EVയും സഫാരി EV ഒക്കെ വരാനുണ്ട്. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.